അതെ ഇവരെ നമ്മളിപ്പോൾ കണ്ടുമുട്ടിയതാണ്. हेलो सर, आपका नाम क्या है जी? देव। देव, आपका? तेजस। तरल। तरल। തലാൽ. तरल। हाँ। आपका? अजय। അജയ്. सागर। സാഗർ. അപ്പോൾ നമ്മളിവിടെയാണ് ഇന്ന് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഒരു കോളേജ് ഉണ്ട്, അഗ്രികൾച്ചർ കോളേജ്. ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇവരുടെ അടുത്ത് ഇവരുടെ ഗാവിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതേ അബ്രാമ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ അവിടെ പെട്രോൾ പമ്പിൽ ചോദിക്കാൻ ചെന്നതാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. आपका नाम क्या है जी? हितेश भाई। हितेश। आपका? नरेश भाई। नरेश। चाचा का नाम क्या है जी? अर्जुन भाई। अर्जुन। ये किशोर भाई जिसके यहाँ रुका है वो किशोर भाई के साथ കിഷോർ ഭായിയുടെ കൂടിയാണ് ഇന്ന് ഞാൻ ഇവിടെ താമസിക്കുന്നത്. കിഷോർ ഭായിയുടെ आपका ഷോപ്പ് है ना? അപ്പോൾ കിഷോർ ഭായിയുടെ ഷോപ്പാണിത്. അപ്പോൾ അതിന്റെ സമീപത്താണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. आपका नाम क्या है? रितेश। രവീന്ദ്രൻ ഭായി. ये आपका दुकान है। സൈക്കിളിന്റെ കടയാണ് കേട്ടോ റിതേഷ് ഭായിക്ക്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്രോൾ പമ്പിൽ വന്ന് ചോദിച്ചപ്പോഴത്തേനും ഇവരെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഗ്രാമത്തിലൂടെ ഞാൻ ഇപ്പോൾ ഡാൻഡിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേനും നമ്മൾ ഗേറ്റ് വേ ഓഫ് ഫ്രീഡം ഡാൻഡി കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഡാൻഡിയിലേക്കുള്ള കവാടം. ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ പോയാൽ നമുക്ക് ഡാൻഡിയിലെ ആ ഉപ്പ് സത്യാഗ്രഹം നടന്ന ആ ഭൂമിയിലേക്ക് എത്താൻ പറ്റും. അപ്പോഴത്തേനും നമ്മൾ ഡാൻഡിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് നാഷണൽ സോൾട്ട് സത്യാഗ്രഹ മിഷൻ്റെ സത്യാഗ്രഹ മെമ്മോറിയൽ ഡാൻഡിയിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടുന്നാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോഴത്തേ ഇവിടെ വിസിറ്റിംഗ് അവർ 11 മണി തൊട്ട് 7 മണി വരെയാണ്, രാത്രി 7 മണി വരെ. അപ്പോൾ നമ്മളിപ്പോൾ 12 മണി കഴിഞ്ഞപ്പോഴാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഈ വഴി ഉള്ളിലേക്ക് പോയിട്ടാണ് നമുക്ക് ഡാൻഡിയിലെ സത്യാഗ്രഹ ആ ഒരു മെമ്മോറിയലിലേക്ക് എത്താനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വഴി പോയാൽ നേരെ കടൽ തീരത്തേക്കാണ് എത്തുന്നത്. മനോഹരമായൊരു പ്രദേശമാണിത്. ചെറിയ കടകളും ഒരു തണൽ മരവുമൊക്കെയുള്ള ഒരു പ്രദേശം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. കുഞ്ഞി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണമായ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ആ മെമ്മോറിയലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയയും എല്ലാ ഫെസിലിറ്റിയും നൽകിയിട്ടുണ്ട്. വലിയ വണ്ടികൾക്ക് അവിടെയാണ് പാർക്കിങ്, ചെറിയ വണ്ടികൾക്ക് ഇവിടെയും. അപ്പം നമ്മുടെ കുഞ്ഞിനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, മറ്റൊന്നും കൊണ്ടല്ല, നല്ല വെയിലാണ്. ഇവിടെ തണൽ മരങ്ങളൊന്നുമില്ല. അപ്പോൾ കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ കയറാനുള്ള ടിക്കറ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. 20 രൂപ ടിക്കറ്റിലാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റു വസ്തുക്കളൊന്നും കൊണ്ടുവരാൻ ഇവിടെ അലൗഡല്ല. ഭക്ഷണ സാധനങ്ങളൊന്നും ഈ മെമ്മോറിയലിൻ്റെ ഉള്ളിൽ അലൗഡല്ല. അതുതന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്ത എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടത് അതുതന്നെയാണ്. അപ്പോൾ ഈ സ്മാരകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മൾ അകത്തേക്ക് പോവുകയാണ്. കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് കുഞ്ഞിവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴത്തേനും നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത് കാണരുത്, കേൾക്കരുത്, മിണ്ടരുത് എന്നുള്ള ആ ഒരു 3 ബിംബങ്ങളാണ്. അപ്പോഴത്തെ അവിടെയാണ് വലതുവശത്ത് ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഇതിനുള്ളിൽ തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് വീൽ ചെയർ കൊണ്ടുപോകാനുള്ള ഒരു വഴിയാണ്, രണ്ട് സൈഡിലുമുണ്ട്. അതോടൊപ്പം തന്നെ സെൻറ്ററിൽ നമുക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെപ്പാണ് കാണുന്നത്. അപ്പോഴത്തെ നമ്മൾ സ്മാരകത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഗുജറാത്ത് സർക്കാരിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. അത് വളരെ ദൂരത്തിലുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോഴത്തെ നമ്മൾ അവിടെ ക്ലീനിങ് നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്തേക്ക് എത്തിയതാണ്. ഇതാണ് സ്പിരിച്വൽ വീൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മഹാത്മജിയുടെ ദണ്ഡിയാത്രയുടെ ഒരു ശില്പം. അത് ഇത് വോൾ കട്ട് ചെയ്ത് അതേ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ആയിരത്തി 1929 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉപ്പിന് 2400% ടാക്സ് ഈടാക്കാൻ ഉള്ള ഓർഡർ കൊടുക്കുകയും അന്ന് 80 പേരുമായിട്ട് ചേർന്ന് 390 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗാന്ധിജി ഏപ്രിൽ മാസം 6-ാം തീയതി 1930 ദണ്ഡിയിലെത്തുകയും ഡാണ്ടിയിൽ സത്യാഗ്രഹം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. സ്വന്തമായിട്ട് കടൽ വെള്ളമെടുത്ത് ഉപ്പുണ്ടാക്കി ആ ഒരു സത്യാഗ്രഹം നടത്തുകയുണ്ടായി. അതിനെയാണ് ദാണ്ഡി യാത്ര എന്ന് പറയുന്നത്. ഏകദേശം 390 കിലോമീറ്റർ പദയാത്രയായിട്ട് 80 പേര് വന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ ഗാന്ധിജി മറ്റുള്ളവർ കടന്നു വരുന്ന ഒരു ചിത്രം ഇവിടെ കാണാൻ പറ്റും. ഉപ്പ് നിർമ്മിച്ചതിന് ശേഷം അത് എടുത്ത് കാണിക്കുന്നതാണ് ഈ ചിത്രം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ സ്മാരകങ്ങളാണ്. അപ്പോഴത്തെ നമ്മൾ സത്യാഗ്രഹം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തെ ഈ വഴിയേ വേണം പോകാൻ. ഇവിടെ ബാഗ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അകത്തേക്ക് വിടുന്നത്. മറ്റൊന്നുമല്ല, ഫുഡിൻ്റെ സാധനങ്ങളുണ്ടോ എന്നറിയാനാണ്. അപ്പോൾ നമ്മളിത് മനോഹരമായ ഒരു ഗാർഡൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ പൊക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ വേലിയിറക്കത്തിൻ്റെ സമയമായതുകൊണ്ടാണ് ഇവിടുന്ന് വെള്ളമെല്ലാം വലിഞ്ഞ് ഇറങ്ങി നിൽക്കുന്നത്. വേലിയേറ്റത്തിൻ്റെ സമയത്ത് വെള്ളം ഫുള്ളായിട്ട് കയറി വരും. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന ആ ലെവലിലേക്ക് കയറി വരും. ഇവിടെ നദികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. വേലിയിറക്കത്തിൻ്റെ സമയത്ത് ഫുള്ളായിട്ടും വെള്ളം ഇറങ്ങിപ്പോവും, മുഴുവനായിട്ടുള്ള വെള്ളം ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തെ ഇതാണ് സത്യാഗ്രഹ മെമ്മോറിയലിൻ്റെ എൻട്രൻസിലുള്ള ആ ഒരു ശില്പം. മാർബിൾ കല്ലിലാണ്, ഗ്രാനൈറ്റ് കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ശില്പമാണ്. ഒറ്റ ഗ്രാനൈറ്റിൻ്റെ കല്ലാണ്. നമുക്കറിയാം ഗുജറാത്തിലാണ്, ഗുജറാത്ത് രാജസ്ഥാൻ ഏരിയയിലാണ് ഗ്രാനൈറ്റും ഈ മാർബിളുമെല്ലാം നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു കല്ല് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കാണാൻ പറ്റുക ഗാന്ധിജിയുടെ ഒരു ശില്പമാണ്. ഇതുണ്ടോ, ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ആ ഗാന്ധിജിയുടെ ശില്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു മനോഹരമായ ഗാർഡൻ്റെ സമീപത്താണ് ആ ഒരു ശില്പം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്നത് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു ഏരിയ, അതുപോലെ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. ദിവസവും ധാരാളം ആളുകൾ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ്
ഇത് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ കയറി വരുമ്പോഴേ മനോഹരമായൊരു ഗാർഡനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മനോഹരമായൊരു ഗാർഡൻ്റെ അങ്ങേ സൈഡിൽ ഒരു തടാകം. ആ തടാകത്തിൻ്റെ കരയിൽ ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയ വന്ന് വെള്ളം ചൂടാക്കി ഉപ്പാക്കി മാറ്റിയ ആ ഒരു സ്മാരകം മനോഹരം. അപ്പോൾ ആ ഒരു സ്മാരകത്തിൻ്റെ സമീപത്താണ് നമ്മളിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇതാണ് ആ മ്യൂസിയവും അതിനോട് ചേർന്നുള്ള ആ തടാകവും. ഈ തടാകത്തിൽ നിന്നാണ് വെള്ളമെടുത്ത് ചൂടാക്കി ഉപ്പാക്കിയത്. അതോടൊപ്പം തന്നെ അങ്ങകലെ നമുക്ക് കാണാൻ പറ്റും ധാരാളം ആളുകൾ നിൽക്കുന്നതായിട്ട്. ഈ അങ്ങകലെ ആ ചെടികളുടെ ഇടയിൽ ധാരാളം ആളുകൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് പ്രതിമകളാണ്. ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത 80 പേരുടെ പ്രതിമകളാണ് ആ കാണുന്നത്. അപ്പോൾ 81ാമത്തെ ആളായിട്ട് 241 ദിവസം കൊണ്ട് യാത്ര ചെയ്തെത്തിയ ആ ഗാന്ധിജിയുടെ ഒരു ശില്പം, മനോഹര ശില്പമാണ് ആ നടുവിൽ കാണുന്നത് തടാകക്കരയിൽ. അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ക്രിസ്റ്റൽ, അതായത് ഒരു ഉപ്പിൻ്റെ കണം, ഉപ്പിൻ്റെ ഒരു ചെറിയ പീസ് നിൽക്കുന്ന പോലെയുള്ളൊരു ശില്പം. ഇതാണ് ഓറിയൻറ്റേഷൻ റൂം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നടക്കുന്നത്. और सत्य के शस्त्र से अंग्रेज सरकार के सामने आंदोलन और सत्याग्रह आरंभ किया, जिसमें गालीपुर सत्याग्रह इतिहास में सिरमौर है. അപ്പോഴത്തെ ആ ഒരു മഹത്തായ സത്യാഗ്രഹം നടന്ന ആ മണ്ണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതാ ഇവിടെ മീനിയേച്ചർ രൂപത്തിൽ അന്ന് നടന്ന സമരങ്ങളുടെയെല്ലാം ഒരു മീനിയേച്ചർ രൂപമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. രാത്രി 7 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. അന്നേരം ഇവിടെ ഈ ഫൗണ്ടനുകളൊക്കെ വർക്ക് ചെയ്ത് വളരെ മനോഹരമായി മാറും. അതാണ് ഒരു മെമ്മറിയുടെ ഒരു ശില്പം അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ വരുന്നത് തന്നെ ഈ ഒരു വലിയൊരു ലേക്കിൻ്റെ സമീപത്തു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മുഴുവൻ സോളാർ വെച്ചിട്ടാണ്, സോളാർ ട്രീകൾ നിർമ്മിച്ചിട്ടാണ് ഇവിടെ ഈ വൈദ്യുതി എല്ലാം നൽകുന്നത്. അതാണ് നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റുക. സോളാറിൻ്റെ ഒരു സൂര്യനെ പോലെ തന്നെ മുകളിൽ മരങ്ങളിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഒരു എയർപോർട്ട് മാത്രമാണ് സോളാറിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്നത്. ഇവിടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം സോളാറിൻ്റെ പൂർണ്ണതയിലാണ് നിൽക്കുന്നത്. കറണ്ട് ബില്ല് കൂട്ടാനോ വെള്ളം ഫ്രീ ആയിട്ട് എത്ര വേണേലും കൊടുക്കുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ കണ്ടതല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ജനങ്ങളെ എങ്ങനെ പിഴിയാം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഗവൺമെൻറ് ഉള്ളത്. ഇവിടെ നിന്നുള്ള വൈദ്യുതി കൊണ്ടാണ് ഇത് മുഴുവൻ വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു സോളാർ ട്രീ തന്നെയാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ സോളാർ ട്രീ. ഇതുണ്ടോ? അപ്പം നമ്മൾ നടന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് കടൽ വെള്ളം പറ്റിച്ച് ഉപ്പുണ്ടാക്കിയ ആ ഒരു പ്രധാന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പോർബന്തറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഡാൻഡി വരെ ഗാന്ധിജിയെ അനുധാവനം ചെയ്ത 80 പേരും ഗാന്ധിജിയുമാണ് ഈ കാണുന്നത്. അവരുടെ ശില്പങ്ങളാണ്. അവരുടെ ശില്പങ്ങളും ആ കാൽച്ചുവട്ടിൽ അവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനിയായിരുന്ന ആളാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ആ 80 പേരുടെ ശില്പങ്ങളാണ് ഈ കാണുന്നത്. പക്ഷേ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചതിനാൽ ഗ്രാമങ്ങളിലെ ലക്ഷക്കണക്കാன ആളുകളാണ് അവരെ സ്വീകരിക്കാനെത്തിയത്. ഗാന്ധിജിയെയും ഈ 80 പേരെയും സ്വീകരിക്കാനെത്തിയത്. അപ്പോൾ അവരുടെ എല്ലാം പേര് വിവരങ്ങളെല്ലാം ഇവിടെ
കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ 80 പേരുടെ ശില്പങ്ങൾ വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് സൈഫി വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഇവിടുത്തെ ഈ മനുഷ്യനാണ്. അപ്പോൾ ആ പുരാതനമായ ആ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് സൈഫി വില്ല. അവരുടെ ഒരു കുടുംബ ഫോട്ടോയാണിത്. 51ാമത്തെ ആളാണ് ഇദ്ദേഹമാണ് അന്ന് ഗാന്ധിജിയെ സഹായിച്ചിരുന്നത്. 51, 52, 53, 2014 വരെയുള്ള ആളുകളുടെ ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ചർക്കയിൽ നോക്കുകൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഗാന്ധിജിയുടെ ഒരു ചിത്രം. അതോടൊപ്പം തന്നെ അന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് ഉപ്പ് ചൂടാക്കിയ ആ ഒരു പാത്രം ഇതാണ്. ഇതിനുള്ളിലാണ് വെള്ളം ഒഴിച്ച് ഉപ്പ് ചൂടാക്കി ഉപ്പുണ്ടാക്കിയത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് പുറകുവശം. മുകളിലേക്ക് പ്രവേശനമില്ല. അതെല്ലാം ആകപ്പാടെ ആളുകൾ കയറിയാൽ ഡാമേജ് ആകുമെന്നുള്ള പേടിയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. ഇതാണ് പഴയ സുൽഫി വില്ല. അവിടുത്തെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇവിടെയൊക്കെ മഴക്കാലത്ത് വെള്ളം കയറുന്നതാണ്. ആ ഒരു ഇതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടി ഒരു ചെറിയ വഴി തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന, ഹൈറ്റ് കൂട്ടിയിട്ട്. പണ്ട് കാലത്ത് ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ കുട്ടനാട് പോലെ തന്നെ ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം ഇത്രയും ഹൈറ്റ് കൂട്ടി പണിതിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ടയറൊക്കെ മാറിയതാണ് കേട്ടോ. ഇതെല്ലാം പഴയ ആ ഒരു ചരിത്രം പേറുന്ന, സ്വാതന്ത്ര്യസമരത്തിൻ്റെ ചരിത്രം പേറുന്ന വീടാണിത്. വെളിയിലേക്കുള്ള വഴിയാണിത്. ഇപ്പോൾ അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. പുതിയ വീട് ഇത് സ്മാരകമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. പഴയ പോഴ്സ്ലൈൻ സ്വിച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ പഴയ പോഴ്സ്ലൈൻ സ്വിച്ച് എന്ന് പറയും. അതുപോലെ തന്നെ പഴയ വയറിങ് ആണ് റീപ്പ വയറിങ്. റീപ്പയിൽ ആണികളടിച്ച് നിർമ്മിക്കുന്ന ഒരു വയറിങ്ങാണ്. ഉണ്ട് കേട്ടോ, വയറിങ് ഉണ്ട്. ഇത് കവർ ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. തടിയിൽ തന്നെ കവർ ചെയ്ത് വിട്ടിരിക്കുകയാണ്. റീപ്പയ്ക്കുള്ളിലൂടെ വയറ് പോയിട്ട് അതിനെ കവർ ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് പണ്ട് ITയിലൊക്കെ പഠിപ്പിച്ചിരുന്ന റീപ്പ വയറിങ്. റീപ്പകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു കേസിങ് ആൻഡ് ക്യാപ്പിങ്, ഇപ്പോഴത്തെ കേസിങ് ആൻഡ് ക്യാപ്പിങ്ങിൻ്റെ രീതിയിൽ ചെയ്യുന്ന ഒരു രീതി, അതാണ് ഈ കാണുന്നത്. ഇതാണ് ആ പഴയ വയറിങ്. അന്ന് ഗാന്ധിജി ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതുണ്ട്, ഈ സുൽഫി ബിൽഡിങ്ങിൽ വന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അതുപോലെ തന്നെ ദില്ലി യാത്രയിൽ അദ്ദേഹം വരുന്ന ഒരു പടമാണിത്. ഇവിടെ ആ പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു മനോഹാരിത കാണിക്കുന്നുണ്ട്. കാഴ്ച ഈ ഒരു രീതിയിലാണ്. വളരെ മനോഹരമായിട്ട് വൈദ്യുത അലങ്കാരത്തോടെ നിൽക്കുന്ന ഒരു ഏരിയ. ഈ ഭാഗത്താണ്, ഈ ഒരു തടാകത്തിൽ നിന്നാണ് വെള്ളമെടുത്ത് ആ ഒരു സ്മാരകം നിൽക്കുന്ന ഭാഗത്ത് ഉപ്പുണ്ടാക്കി വെള്ളം തിളപ്പിച്ച് നമ്മളപ്പുറത്ത് കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കണ്ട
ആ ഒരു മുസ്ലിം പണ്ഡിതൻ്റെ വീട്ടിൽ കണ്ട ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് വെള്ളം തിളപ്പിച്ച് ഉപ്പുണ്ടാക്കിയത്. അപ്പോൾ ഇവിടുത്തെ ഫൗണ്ടനുകൾ നമുക്ക് എല്ലാം ഓണായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച, വളരെ മനോഹരമായ ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി 61 വയസ്സുള്ളപ്പോഴാണ് 390 കിലോമീറ്ററുകൾ 24 ദിവസം കൊണ്ട് നടന്ന് ഈ ദണ്ഡി കടപ്പുറത്തെത്തിയിട്ട് ഇവിടുന്ന് ഈ തടാകത്തിൽ നിന്നും വെള്ളമെടുത്ത് ഉപ്പുണ്ടാക്കിയത്. അപ്പോൾ ആ ചരിത്ര സ്മാരകത്തിൽ നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. നമ്മൾ സൈക്കിൾ ചവിട്ടി കേരളത്തിൽ നിന്നും ഇവിടെ വരെ എത്തുകയും ഈ ഒരു ചരിത്രത്തിന് ചരിത്ര സംഭവം നടന്ന സ്ഥലത്ത് വന്ന് ഇത് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചതിന് നമ്മൾ വളരെ അഭിമാനത്തോടെ കാണുകയാണ്. ഈ കാണുന്ന ലൈറ്റുകളെല്ലാം ഈ ഒരു സോളാർ പാനലിൻ്റെ പവറിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഏരിയയിലെ ഈ ഫൗണ്ടനുകളും എല്ലാം തന്നെ ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സൂര്യൻ അസ്തമിച്ചു. ഇനി ഏകദേശം അരമണിക്കൂറിനകം ഇവിടം ക്ലോസ് ആകും.